ഗൈസ്, ഐഫോൺ 16 സീരീസിൻ്റെ അൺബോക്സിങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് ആൾക്കാരുടെ മൈൻഡിലുള്ള ഏറ്റവും വലിയ ഡൗട്ടാണ് സെയിൽ വരാനായിട്ട് പോകുവാണ്. ആൻഡ് ഐഫോൺ 16 സീരീസ് ഇറങ്ങിയുകൊണ്ട് ബാക്കി ഫോണുകളുടെ എല്ലാം പ്രൈസ് കുറഞ്ഞിട്ടുമുണ്ട്. സോ 2024 ഇനി ഞാൻ ഒരു ഐഫോൺ മേടിക്കുവാണെങ്കിൽ ഞാൻ ഏത് ഐഫോൺ മേടിക്കും? കാരണം നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം ഐഫോൺ 12 സീരീസ് ടു ഐഫോൺ 15 സീരീസ്. എന്തുകൊണ്ട് ഞാൻ ഐഫോൺ 12 സീരീസ് തൊട്ട് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ പോയിട്ട് ഒരു ഐഫോൺ 11 പ്രോ 11 പ്രോ മാക്സ് ഒക്കെ പോയി എടുക്കുന്നതാണെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് 5G സ്റ്റാർട്ട് ചെയ്തത് ഐഫോൺ 12 സീരീസിൽ നിന്നാണ്, പ്ലസ് OLED ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്തതും ഐഫോൺ 12 സീരീസിലാണ്. ഐഫോൺ 10 സീരീസിൽ ഉണ്ടായെങ്കിലും 11 ഉണ്ടായില്ല. സോ 12 സീരീസ് തൊട്ട് പിന്നീടുള്ള എല്ലാത്തിനുമാണ് ഈ ഒരു OLED ഡിസ്പ്ലേസ് കോമൺ ആയത്. സോ ഐഫോൺ 11 സീരീസ് ആൻഡ് അതിൽ താഴെയുള്ളത് ടോട്ടലി അവോയ്ഡ് ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഐഫോൺ 12 സീരീസ്. 12 സീരീസിൽ നിങ്ങൾക്ക് ഐഫോൺ 12, ഐഫോൺ 12 മിനി, ഐഫോൺ 12 പ്രോ, ഐഫോൺ 12 പ്രോ മാക്സ്, ഈ 4 വേരിയൻസിലും നിങ്ങൾക്ക് 5Gയുടെ സപ്പോർട്ട് ഉണ്ട്. ഈ 4 വേരിയൻസിലും OLED ഡിസ്പ്ലേ ഉണ്ട്. ചിപ്സെറ്റ് വൈസ് A14 ബയോണിക് ചിപ്സെറ്റ് ആണെങ്കിലും 2024 അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ്. ആൻഡ് ഈ ഫോണുകൾ ഇപ്പോൾ 37,000 രൂപയ്ക്കും അതിൽ താഴെയൊക്കെ നിങ്ങൾക്ക് 64 GB ഒക്കെ വേരിയന്റ് അവൈലബിൾ ആയിരിക്കും. 64 GB അവോയ്ഡ് ചെയ്യുക, 128 GB എങ്കിലും മിനിമം മേടിക്കുക. ആൻഡ് അതിൽ തന്നെ നിങ്ങൾ ഐഫോൺ 12 മിനി, നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ വേണം, 5G ഫോൺ വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം 12 മിനി എടുക്കുക. കാരണം ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. സോ ഐ വുഡ് സേ നിങ്ങൾ ഐഫോൺ 12 ആയിരിക്കും കുറച്ചുകൂടി കോമ്പാക്റ്റ് ആൻഡ് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ഫോൺ ആയിട്ടുള്ളത്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. ആൻഡ് ഐഫോൺ 12 പ്രോ 12 പ്രോ മാക്സ് ഒന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ല, അത് ഡെഫിനറ്റ്ലി ഇപ്പോൾ വാല്യൂ ഫോർ മണി അല്ല. സോ ഒരു ബഡ്ജറ്റ് ഐഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഐഫോൺ 12 ഇൻ 2024 ഇസ് സ്റ്റിൽ എ ഗുഡ് ചോയ്സ്. ഇനി ഐഫോൺ 13 സീരീസ്, ഇതിലും ഐഫോൺ 13, ഐഫോൺ 13 മിനി, ഐഫോൺ 13 പ്രോ, ഐഫോൺ 13 പ്രോ മാക്സ്. 12 നിന്നും 13 വന്നപ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് 12നേക്കാൾ എത്രയോ ബെറ്റർ ആണ് 13 സീരീസിൽ. ചിപ്സെറ്റ് വൈസ് A14 നിന്നും A15 ചിപ്പിലാണ് മാറിയതെങ്കിലും കാര്യമായിട്ട് പെർഫോമൻസ് വ്യത്യാസങ്ങളൊന്നും തോന്നില്ല, ബട്ട് എഫിഷ്യൻസി നല്ലപോലെ കൂടുതലാണ്. പിന്നെ 12 സീരീസിൽ ഉണ്ടാവാത്ത 13 സീരീസിലുള്ള ഒരു കാര്യമാണ് സിനിമാറ്റിക് മോഡ്. യെസ്, സിനിമാറ്റിക് അഥവാ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ഉള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് 12 പറ്റില്ല. 13 സീരീസ് മുതലാണ് ആ ഒരു കാര്യം വന്നത്. ഈവൻ ഫോട്ടോഗ്രാഫി ഫിൽറ്റേഴ്സ്, ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് എന്ന് പറയുന്ന സാധനവും 13 സീരീസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്ലസ് 12 സീരീസിൽ വലിയ ഒരു നോച്ച് ഉണ്ടായി, 13 സീരീസിൽ ആ നോച്ച് ലേശം കുറച്ചുകൂടി കുട്ടിയാക്കിയിട്ടുണ്ടായി. ആൻഡ് ഇവിടെയും ഞാൻ പറയുന്നു 13 മിനി, നിങ്ങൾക്കൊരു കോമ്പാക്ട് ഫോൺ വേണമെങ്കിൽ മാത്രമേ 13 മിനി പോയിട്ട് കാര്യമുള്ളൂ. 13 മിനിയുടെ ബാറ്ററിയും പരിതാപകരമാണ്. 13ന്റെ ബാറ്ററീസ് അത്യാവശ്യം ഗുഡ്. സോ ഒരു അത്യാവശ്യം സെയിം ബഡ്ജറ്റിൽ കുറച്ചുകൂടി ഒരു 3000 4000 ഒക്കെ ഇടാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടെങ്കിൽ 12നേക്കാൾ കുറച്ചുകൂടെ മെച്ചം 13 സീരീസ് ആണ്. എന്തുകൊണ്ട് 12 പ്രോ മാക്സ് എടുക്കേണ്ട, വാല്യൂ ഫോർ മണി അല്ല. 13 പ്രോ മാക്സിലേക്ക് ഒന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പ്രോ മോഷൻ ഡിസ്പ്ലേ. യെസ്, അവരുടെ 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് 13 പ്രോ മാക്സ് ഈ രണ്ട് ഡിവൈസുകളിലാണ് വരുന്നത്. സോ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു 5G എന്നാൽ നോച്ചോട് കൂടിയിട്ടുള്ള പക്ഷേ നല്ല ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന ഒരു പ്രോ മാക്സ് ഫോൺ അല്ലെങ്കിൽ ഒരു പ്രോ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 13 പ്രോ ഇസ് സ്റ്റിൽ വർത്ത് ഇൻ 2024. ഇനി ഐഫോൺ 14 സീരീസ്, ഇവിടെയാണ് നമ്മുടെ മിനിനെ തൂക്കിയിട്ട് പ്ലസ് വന്നത്. ഐഫോൺ 14 പ്ലസ്, 14 പ്രോ, 14 പ്രോ മാക്സ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വ്യത്യാസം വന്നതാണ് എമർജൻസി സാറ്റലൈറ്റ് SOS പരിപാടി. അതേപോലെ ക്യാമറ സെൻസറും കുറച്ചുകൂടെ ബെറ്റർ ആക്കി, അതായത് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിക്ക് കുറച്ചുകൂടി നല്ലത് 14 സീരീസിലാണ്. ഈവൻ ഷേക്ക് കുറച്ചുള്ള ആക്ഷൻ മോഡ്, ഓടിക്കൊണ്ടൊക്കെ എടുക്കുന്ന ആ ഒരു വീഡിയോ ഇല്ല, ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന ആക്ഷൻ മോഡൊക്കെ വന്നതും 14 സീരീസിലാണ്. സോ നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ മോഡൊക്കെ ഉള്ള കുറച്ചുകൂടെ ബെറ്റർ വീഡിയോഗ്രാഫി ആൻഡ് വാല്യൂ ഫോർ മണി ഡിവൈസ് നോക്കുവാണെങ്കിൽ 14 സീരീസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് ഇവിടെ 14 പ്രോ മാക്സ് സീരീസുകളിലാണ് നമ്മുടെ കുറി അഥവാ ഡൈനാമിക് ഐലൻഡ് വന്നു തുടങ്ങിയത്. സോ നിങ്ങൾക്ക് നോച്ച് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് 14 പ്രോ ആൻഡ് 14 പ്രോ മാക്സ്. ബട്ട് നിങ്ങൾ 14 പ്രോ ആൻഡ് പ്രോ മാക്സ് മേടിക്കരുത്. എന്നാൽ 14 പ്ലസ് നിങ്ങളുടെ ബാറ്ററി ഹെവി യൂസറാണ്, അത്യാവശ്യം നല്ല ക്യാമറയും വേണം, എന്നാൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ വലിയ സ്ക്രീനുള്ളത് വേണമെങ്കിൽ 14 പ്ലസ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷേ ഐ വുഡ് സേ നിങ്ങൾക്ക് 14 സീരീസിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. നല്ലൊരു ഡീലിൽ നല്ലൊരു പ്രൈസിൽ കിട്ടുമെങ്കിലും നോക്കുവാണെങ്കിൽ 14 സീരീസിൽ നിന്ന് 15 സീരീസിലേക്ക് നിങ്ങൾ പോകുവാണെങ്കിൽ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഒന്ന്, എല്ലാ ഫോണുകളിലും ഡൈനാമിക് ഐലൻഡ് വന്നു. സോ കാണുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ഫോണായിട്ട് തോന്നും. പ്ലസ് അതുവരെയുള്ള എല്ലാത്തിലും ലൈറ്റ്നിങ് പോർട്ടാണ്, ബട്ട് ഇതിൽ നിങ്ങൾക്ക് USB-C പോർട്ടാണ്. USB-C പോർട്ട് ഇസ് റിയലി എ ഗെയിം ചേഞ്ചർ. നിങ്ങൾക്ക് വേറെ ചാർജറൊന്നും തപ്പി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൻ്റെ കേബിൾ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്രാവശ്യമാണ് ഒരു ചിപ്പുകളുടെ ആ ഒരു ജനറേഷൻ മാറ്റങ്ങൾ കുറച്ച് കൊണ്ടുവന്നത്. അതായത് ഐഫോൺ 15 നിങ്ങൾക്ക് A16 ചിപ്സെറ്റും ഐഫോൺ 15 പ്രോ മോഡൽസിൽ A17 പ്രോ ചിപ്സെറ്റും കൊണ്ടുവന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ പ്രോ സീരീസിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്സ് വന്നത്. ഒന്ന് ടൈറ്റാനിയം ഫ്രെയിം ആക്കി കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആക്കി, പ്ലസ് പെരിസ്കോപ്പ് സൂം ക്യാമറ ഇതിലേക്ക് കൊണ്ടുവന്നു. സോ 15 പ്രോ ആൻഡ് 15 പ്രോ മാക്സ്
is definitely two good phones. എന്നാൽ ഏറ്റവും കൂടുതൽ ബാറ്ററി നിൽക്കുന്ന വലിയ സ്ക്രീനുള്ള ടൈപ്പ് സി പോർട്ടുള്ള നല്ല ക്യാമറാസ് ഉള്ള ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണുണ്ട്, അതാണ് ഐഫോൺ 15+. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ ഐഫോൺ 15+ ഈസ് ഡെഫിനറ്റ്ലി ദ വാല്യൂ ഫോർ മണി ഫോൺ ഇൻ 2024 കൺസിഡറിങ്. ഒരേ ഒരു കാര്യം നോക്കുക, 60 Hz ഡിസ്പ്ലേ ആണ് ഇപ്പോഴും, പ്ലസ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം വരില്ല. ബട്ട് 15 Pro ആൻഡ് 15 Pro Maxൽ ആപ്പിൾ ഇൻ്റലിജൻസ് അപ്ഡേറ്റിലൂടെ വരുമെന്നും, എന്നാൽ ആ അപ്ഡേറ്റ് ഈ അടുത്തൊന്നും വരില്ല. ഈവൻ ഐഫോൺ 16 സീരീസ് മേടിച്ചവർക്ക് പോലും ഇല്ല, കമ്മിങ് ലേറ്റർ ദിസ് ഇയർ എന്നാണ്. സോ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷമാവും. ആൻഡ് കൺസിഡറിങ് ഇനി 3 മാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസ് വിൽ നോട്ട് മേക്ക് എനി മച്ച് ബിഗ് ഡിഫറൻസ് അൺടിൽ നെക്സ്റ്റ് ഇയർ. ആൻഡ് ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ലാണ്ടും ഐഫോൺ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ എങ്ങനെ ഓടുന്നു അതേപോലെ ഓടും. നിങ്ങൾക്ക് iOS 18 ആ ഒരു അപ്ഡേറ്റും വരും. ഈവൻ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, കോൾ റെക്കോർഡ് ചെയ്യുക, ഈ പരിപാടികളൊന്നും ആപ്പിൾ ഇൻ്റലിജൻസ് സ്പെസിഫിക് അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റിലൂടെ കിട്ടും. സോ വിച്ച് ഇസ് വെരി ഗുഡ്. ഇനി ഐഫോൺ 15 Pro 15 Pro Max നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തായാലും 16 Pro ആൻഡ് 16 Pro Maxൽ വന്നിരിക്കുന്ന ഡിഫറൻസുകൾ ഭയങ്കര ചെറുതാണ് കമ്പാരിറ്റീവ്ലി. സോ റിയലി എ വാല്യൂ ഫോർ മണി Pro Max ഫോണുകളാണ് ഇത് രണ്ടും. ബട്ട് 15 Proൻ്റെ ബാറ്ററി കുറച്ച് പരിതാപകരമാണ്. സോ ഐ വുഡ് പ്രിഫർ 15 Pro Max എടുത്തു കഴിഞ്ഞാൽ ബാറ്ററിയിലും വിട്ടുവീഴ്ചയില്ലാത്ത എന്നാൽ ഇനി വരാൻ പോകുന്ന ഫീച്ചേഴ്സും കിട്ടുന്ന രീതിക്ക് നിങ്ങൾക്കൊരു ബെസ്റ്റ് ബൈ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ബഡ്ജറ്റിൽ ഒരു ഐഫോൺ വേണം, 5G ഐഫോൺ ആയിരിക്കണം, OLED ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 12. പക്ഷേ ബഡ്ജറ്റ് ഫോണുകളിൽ ഏറ്റവും വാല്യൂ തരുന്ന ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 13. എന്നാൽ കൊടുക്കുന്ന കാശിന് ഏറ്റവും കൂടുതൽ ബാറ്ററി നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു ഐഫോൺ എന്ന് പറയുന്നത് ഐഫോൺ 15+. എന്നാൽ നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ട്രിപ്പിൾ പെരിസ്കോപ്പ് ക്യാമറയൊക്കെ ഉള്ള എന്നാൽ ഇനി വരുന്ന ഫീച്ചേഴ്സ് എല്ലാം കിട്ടാവുന്ന ഒരു വാല്യൂ ഫോർ മണി ടൈപ്പ് സി പോർട്ടുള്ള ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ 15 Pro Max. ആൻഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഐഫോൺ 11 ആൻഡ് അതിന് മുന്നത്തെ മോഡൽസ്, SE മോഡൽസ്, അതേപോലെ മിനി മോഡൽസ്. അതേപോലെ 14 സീരീസ് എന്തുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യാം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ ഫോണിന് കുഴപ്പമുണ്ടായിട്ടോ വാല്യൂ ഫോർ മണി ആയിട്ടോ ഒന്നുമല്ല. 13 സീരീസിൽ നിന്നും 15 സീരീസിലാണ് മേജറായിട്ടുള്ള ഡിഫറൻസുകൾ വന്നിരിക്കുന്നത്. 13 നിന്ന് 14 കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല, ബട്ട് 14 നിന്ന് 15 കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് 13 മേടിക്കാൻ കുഴപ്പമില്ല, ആ ഒരു പ്രൈസ് കുറവായിരിക്കും. ബട്ട് 14 മേടിക്കുവാണെങ്കിൽ 14നേക്കാൾ കുറച്ചുകൂടെ പൈസ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 15 മേടിക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ടൈപ്പ് സി ഉണ്ട്, എക്സ്ട്രാ കുറച്ചുകൂടി ബെറ്ററാണ്. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഏത് ഐഫോൺ മേടിക്കണം എന്നുള്ള ഒരു തീരുമാനം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.